തൊടുപുഴ വീണ്ടും ലഹരി മാഫിയയുടെ പിടിയിലേക്ക്. ഒളമറ്റം ഭാഗത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ മാരക ലഹരി മരുന്നായ MDMAയും കഞ്ചാവുമായി 2 പേർ എക്സൈസിന്റെ പിടിയിലായി. ഇവരുടെ പക്കൽ നിന്ന് 39 ഗ്രാം MDMAയും 10 ഗ്രാം കഞ്ചാവും പിടികൂടി. സംഭവത്തിൽ ഉന്നത സ്വാധീനമുള്ള പെൺകുട്ടികളെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ എക്സൈസ് അധികൃതർ ഒത്തുകളിക്കുന്നു എന്ന ആരോപണവും ഇതിനകം ഉയർന്നിട്ടുണ്ട്. ലഹരി വിൽപ്പനയുടെ കേന്ദ്രമായി തൊടുപുഴ മാറുന്നുവെന്ന സംശയങ്ങളാണ് ബലപ്പെടുന്നത്. ഒളമറ്റം അറക്കപ്പാറ ഭാഗത്ത് തൊടുപുഴ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 39 ഗ്രാം MDMAയും 10 ഗ്രാം കഞ്ചാവുമായി 2 യുവാക്കൾ പിടിയിലായി. നെയ്യശ്ശേരി സ്വദേശി ഹാരിസ്, മൈലക്കൊമ്പ് സ്വദേശി തോംസൺ ജോയ് എന്നിവരാണ് അറസ്റ്റിലായത്. നെയ്യശ്ശേരി ഭാഗത്ത് താമസിക്കുന്ന ഹാരിസ് എന്നയാളും മൈലക്കൊമ്പ് ഭാഗത്ത് താമസിക്കുന്ന തോംസൺ എന്ന ആളാണ് പ്രതികൾ. ഇവർ രണ്ടുപേരും മുൻകാല പ്രകൃതി പങ്കാളികളാണ്. ഹാരിസിൻ്റെ പേരിൽ ഇത്തരം കേസുകൾ ഉണ്ടായിട്ടുള്ളതാണ്. 3 വർഷത്തോളം ശിക്ഷ അനുഭവിച്ചതിന് ശേഷം നിലവിൽ പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഈ കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത്. രണ്ടാമത് പറഞ്ഞ തോംസൺ എന്നയാളും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടുള്ളത്. മയക്കുമരുന്ന് പിടികൂടുമ്പോൾ ഇരുവർക്കുമൊപ്പം 2 പെൺകുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടികളെയും എക്സൈസ് ഓഫീസിലെത്തിച്ച് മണിക്കൂറുകളോളം കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്നു. പിന്നീട് ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താതെ വിട്ടയച്ചു. ഇവർക്കെതിരെ തെളിവില്ലെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. രാവിലെ നടന്ന റെയ്ഡിന്റെയും അറസ്റ്റിന്റെയും വിവരങ്ങൾ വൈകിട്ട് വരെ പുറത്തുവിടാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകാതിരുന്നത് സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. എക്സൈസിനെതിരെ ഗുരുതരാരോപണം ഉയർന്ന സാഹചര്യത്തിൽ വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, ഇടുക്കി.